നമസ്കാരം കൂട്ടുകാരെ. നമുക്കൊട്ടും സമയം കളയാതെ നേരെ നമ്മുടെ ഗണിതത്തിലെ കളികളിലേക്ക് കടക്കാം അല്ലേ? ഇതാ ആദ്യത്തെ ചോദ്യം. ഒരേ സംഖ്യയെ വീണ്ടും വീണ്ടും കൂട്ടുന്നത് കുറച്ച് മടുപ്പുള്ള പണിയല്ലേ? അതിനു പകരം ഉപയോഗിക്കാവുന്ന ഒരു എളുപ്പവഴിയുണ്ട്. താഴെ പറയുന്നവയിൽ ഏതാണത്? കുറയ്ക്കലാണോ, ഹരണമാണോ, അതോ ഗുണനമാണോ? വളരെ നല്ലൊരു ചോദ്യമാണ്. ഒരേ സംഖ്യയെ ഒരുപാട് തവണ ഇങ്ങനെ എഴുതിക്കൂട്ടുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നൊരു സൂത്രപ്പണിയാണ് ഗുണനം. ഒരു കുറുക്കുവഴി പോലെ. അതെ, ഒരു കുറുക്കുവഴി. ഉദാഹരണത്തിന് 5+5+5 എന്ന് കൂട്ടുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? 5 എന്ന സംഖ്യ 3 തവണ വരുന്നു. അതെ, അപ്പോൾ 3 ഗുണം 5 എന്നെഴുതിയാൽ മതി. രണ്ടിനും ഒരേ ഉത്തരം തന്നെയല്ലേ കിട്ടുക? 15. ഗുണനം നമ്മുടെ ജോലിയും സമയവും ഒരുപാട് ലാഭിച്ചു തരും. അപ്പോൾ ഗുണനം ഒരു മാജിക് പോലെയാണല്ലേ? ശരി, എങ്കിൽ അടുത്തത് നോക്കൂ. ഇവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു? 4+4+4+4+4. ഇതിനെ ഗുണനരൂപത്തിൽ എങ്ങനെ എഴുതാം? 4 എന്ന സംഖ്യയെ 5 തവണ കൂട്ടുന്നതിനെ നമ്മൾ എങ്ങനെയാണ് എഴുതുക? ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏത് സംഖ്യയാണ് നമ്മൾ വീണ്ടും വീണ്ടും കൂട്ടുന്നത്? അത് 4 ആണ്. ശരി. എത്ര തവണ നമ്മൾ ആ 4 കൂട്ടുന്നുണ്ട്? നമുക്കൊന്ന് എണ്ണി നോക്കാം. 1, 2, 3, 4, 5 തവണ. 5 തവണ. അപ്പോ 4 എന്ന സംഖ്യയെ 5 തവണ എടുക്കുന്നു. അതിനെയാണ് നമ്മൾ 5 × 4 എന്നെഴുതുന്നത്. തവണ എന്ന് പറയുന്നതിന് പകരമാണ് നമ്മൾ ആ x എന്ന ചിഹ്നം ഉപയോഗിക്കുന്നത്. അതായത് 5 തവണ 4. മനസ്സിലായി? അതെ. കൊള്ളാം. ഇനി അടുത്തതൊരു കടങ്കഥ പോലെയാണ്. നിങ്ങളുടെ കയ്യിലുള്ള മഞ്ചാടിക്കുരുക്കൾ എടുത്തു വെച്ച് നോക്കാവുന്ന ഒരു കളിയാണിത്. 3 വരികളിലായി ഓരോ വരിയിലും 8 മഞ്ചാടിക്കുരുക്കൾ വീതം വെച്ചാൽ ആകെ എത്ര എണ്ണമുണ്ടാകും? ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ചിന്തിച്ചാൽ മതി. 3 വരികൾ, ഓരോന്നിലും 8 എണ്ണം. അതെ, അതായത് 8 എന്ന സംഖ്യ 3 തവണ വരുന്നു. 8 + 8 + 8. അതിന്റെ ഗുണനരൂപം എന്തായിരിക്കും? 3 × 8 അല്ലേ? അതെ, 3 × 8. 8ന്റെ ഗുണനപ്പട്ടിക ഓർത്തു നോക്കൂ. 3 × 8 = 24. അപ്പോൾ ആകെ 24 മഞ്ചാടിക്കുരുകൾ ഉണ്ടാകും. ഇത് രസമുണ്ട്. അങ്ങനെയാണെങ്കിൽ 3 × 8 പിന്നെ 8 × 3 ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഏതാണ് വലുത്? ഇതാണ് ഗുണനത്തിലെ ഏറ്റവും രസകരമായ ഒരു നിയമം. ഇതിനെ ക്രമനിയമം എന്നു പറയും. ക്രമനിയമം? അതെ, അതായത് സംഖ്യകളെ ഏത് ക്രമത്തിൽ ഗുണിച്ചാലും ഉത്തരം മാറില്ല. 3 × 8 ചെയ്താലും 24 ആണ്. 8 × 3 ചെയ്താലോ? അതും 24 തന്നെ. നമ്മൾ നേരത്തെ പറഞ്ഞ മഞ്ചാടിക്കുരുവിന്റെ കാര്യം തന്നെ എടുക്കാം. 3 വരികളിൽ 8 എണ്ണം വെച്ചാലും 8 വരികളിൽ 3 എണ്ണം വെച്ചാലും ആകെ എണ്ണം 24 തന്നെയല്ലേ? ശരിയാണ്. അപ്പോ രണ്ടും തുല്യമാണ്. അതെ, രണ്ടും തുല്യമാണ്. ഇനി കുറച്ച് വലിയ സംഖ്യകളെ എങ്ങനെ എളുപ്പത്തിൽ ഗുണിക്കാമെന്ന് നോക്കാം. 12 × 8 ഇതെങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം? ഇവിടെ ഒരു സൂചനയുണ്ട്. 12നെ നമുക്ക് 10ഉം 2ഉമാക്കി മാറ്റിയാൽ ശരിയായ രീതി ഏതായിരിക്കും? 10 × 8 + 2 × 8 എന്നതാണോ? അതെ, അതുതന്നെയാണ് ശരിയായ രീതി. ഇതിനെയാണ് വിഭജന രീതി എന്ന് പറയുന്നത്. വിഭജന രീതി. അതെ, 12നെ 8 കൊണ്ട് ഗുണിക്കാൻ ചിലപ്പോൾ ഒരു പ്രയാസം തോന്നാം. പക്ഷെ 10നെ 8 കൊണ്ട് ഗുണിക്കാൻ എളുപ്പമല്ലേ? 80. അതുപോലെ 2നെ 8 കൊണ്ട് ഗുണിക്കാനും എളുപ്പമാണ്. 16. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് 12 എന്ന സംഖ്യയെ 10, 2 എന്നിങ്ങനെ എളുപ്പമുള്ള 2 കഷ്ണങ്ങളാക്കി. എന്നിട്ട് ഓരോ കഷ്ണത്തെയും 8 കൊണ്ട് ഗുണിക്കുന്നു. അതെ, എന്നിട്ട് അവസാനം ആ ഉത്തരങ്ങൾ തമ്മിൽ കൂട്ടുന്നു. അതായത് 10 × 8ഉം 2 × 8ഉം കണ്ടുപിടിച്ച് അവ കൂട്ടുന്നു. ഇത് കൊള്ളാമല്ലോ. അപ്പോൾ അതിന്റെ ഉത്തരം എന്തായിരിക്കും? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചല്ലോ. 10 × 8 എന്നത് 80, 2 × 8 എന്നത് 16. വളരെ എളുപ്പം. നമ്മൾ കണ്ടുപിടിച്ച ആ 2 ഉത്തരങ്ങളും തമ്മിൽ കൂട്ടിയാൽ മതി. 80ഉം 16ഉം. അതെ, 80 + 10 എന്നത് 90. പിന്നെ ഒരു 6 കൂടി ചേർത്താൽ 96. അപ്പോൾ 12 × 8 എന്നത് 96 ആണ്. ഈ വിഭജന രീതി പഠിച്ചു വെച്ചാൽ വലിയ ഗുണനമൊക്കെ എളുപ്പമാകും. ഗംഭീരം. കൂട്ടുകാർക്ക് ഈ സൂത്രപ്പണികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇനിയും ഒരുപാട് എളുപ്പവഴികളും കളികളും നമുക്ക് ഒരുമിച്ച് പഠിക്കാം. കൂടെയുള്ള ലൈക്ക് ബട്ടൺ കൂടിയൊന്ന് അമർത്തിയാൽ ഞങ്ങൾക്കത് വലിയൊരു പ്രോത്സാഹനമായിരിക്കും. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മൾ കടയിൽ പോകുമ്പോൾ കേട്ടിട്ടില്ലേ, 1 ഡസൻ പഴം വേണം, 1 ഡസൻ മുട്ട വേണം എന്നൊക്കെ. എന്താണ് ഈ 1 ഡസൻ? 1 ഡസൻ എന്നത്
12 എണ്ണത്തിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. ഇത് നമ്മൾ എപ്പോഴും ഓർത്തുവെക്കേണ്ട ഒന്നാണ്. ഒരു ജോഡി എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം എന്ന് പറയുന്നത് പോലെ. അതെ, അതുപോലെ ഒരു ഡസൻ എന്ന് കേട്ടാൽ ഉടൻ നമ്മുടെ മനസ്സിൽ 12 എന്ന സംഖ്യ വരണം. എങ്കിൽ ഡോറ ചോദിക്കുന്ന പോലൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരു ഡസൻ 12 ആണെങ്കിൽ അര ഡസൻ ഗ്ലാസുകൾ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമാണ്? ക്യാൻ യു ഫൈൻഡ് ഇറ്റ്? ഡോറയുടെ ചോദ്യത്തിന് ഉത്തരം പറയാമല്ലോ. ഒരു ഡസൻ 12 ആണ്. അപ്പോ അര ഡസൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി. 12ന്റെ പകുതി 6. അതെ. അപ്പോൾ അര ഡസൻ ഗ്ലാസുകളെന്ന് പറഞ്ഞാൽ 6 ഗ്ലാസുകളാണ്. മീഡുക്ക്. ഇനി ലിറ്റിൽ സിംഗം പോലെ കുറച്ചു ബുദ്ധി ഉപയോഗിച്ച് ഉത്തരം കണ്ടുപിടിക്കേണ്ട ഒരു ചോദ്യമാണ്. ഒരു പെട്ടിയിൽ 6 ഗ്ലാസുകൾ വെക്കാം. അങ്ങനെയുള്ള 21 പെട്ടികളിൽ ആകെ എത്ര ഗ്ലാസുകൾ ഉണ്ടാകും? ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ 21നെ 6 കൊണ്ട് ഗുണിക്കണം. 21 ഗുണം 6. അയ്യോ, 21ന്റെ പട്ടിക അറിയില്ലല്ലോ എന്ന് പേടിക്കേ വേണ്ട. നമ്മുടെ വിഭജന രീതി ഉപയോഗിക്കാം, അല്ലേ? തീർച്ചയായും. 21നെ നമുക്കെങ്ങനെ പിരിക്കാം? 20ഉം 1ഉമാക്കാം. അതെളുപ്പാണ്. ആദ്യം 20നെ 6 കൊണ്ട് ഗുണിക്കാം. 2 ഗുണം 6 സമം 12, കൂടെ ഒരു 0 ചേർത്താൽ 120. ഇനി 1നെ 6 കൊണ്ട് ഗുണിക്കാം. അത് 6 തന്നെ. അപ്പോ 120ഉം 6ഉം രണ്ടും കൂടി കൂട്ടിയാൽ 120 + 6 സമം 126. അപ്പോൾ ആകെ 126 ഗ്ലാസുകളുണ്ടാകും. കണ്ടോ ആ വിഭജന രീതി എത്ര ഉപകാരമുള്ളതാണെന്ന്? വീണ്ടും അതേപോലൊരു ചോദ്യം. 9 ഗുണം 12 കാണാൻ 12നെ 10ഉം 2ഉമാക്കി മാറ്റിയാൽ എങ്ങനെ എഴുതാം? ശരിയായ രീതി 9 × 10 + 9 × 2 എന്നതാണ്. അതിന്റെ ഉത്തരം കൂടി നോക്കിയാലോ? 90ഉം 18ഉം 108. ശരിയാണ്. ഇതൊരു ചിന്തിപ്പിക്കുന്ന ചോദ്യമാണ്. ഒരു സംഖ്യയെ 8 കൊണ്ട് ഗുണിച്ചപ്പോൾ ഉത്തരം 120 കിട്ടി. ഏതാണ് ആ സംഖ്യയെന്ന് നമുക്കറിയില്ല. പക്ഷെ ചോദ്യം അതല്ല. അതിന്റെ തൊട്ടടുത്ത സംഖ്യയെ 8 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? ഇവിടെ ആ സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിച്ച് സമയം കളയേണ്ട യാതൊരു ആവശ്യവുമില്ല. ഓഹോ! ഒരു സംഖ്യയെ 8 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? 8 എന്ന സംഖ്യയെ അത്രയും തവണ കൂട്ടുന്നതിന് തുല്യമാണ്. അപ്പോ അതിന്റെ തൊട്ടടുത്ത സംഖ്യയെ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു തവണ കൂടെ 8 കൂട്ടുന്നു. അത്രേ ഉള്ളൂ. അപ്പോ മുൻപത്തെ ഉത്തരമായ 120നോട് ഒരു 8 കൂടി ചേർത്താൽ മതി. അപ്പോ 120 + 8 128. എളുപ്പാണല്ലോ. അതെ. കൊള്ളാം. ഇനി നിങ്ങളുടെ ക്ലാസ് റൂം ഒന്ന് ഓർത്തു നോക്കൂ. ഒരു ഡെസ്കിന് 4 കസേരകൾ വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 8 ഡെസ്കുകൾക്ക് ആകെ എത്ര കസേരകൾ വേണം? ഒരു ഡെസ്കിന് 4 കസേരകൾ. അപ്പോ 8 ഡെസ്കുകൾക്ക് 8 തവണ 4. അതെ, 8 × 4. 8ന്റെ ഗുണനപ്പട്ടിക ചില്ല് നോക്കൂ. 8 4 32. അപ്പോ ആകെ 32 കസേരകൾ വേണം. ഇനിയൊരു പാറ്റേൺ ചോദ്യം ശ്രദ്ധിച്ചു നോക്കണേ. 1 × 9 + 1 = 10. 2 × 9 + 2 = 20. എങ്കിൽ അടുത്തത് 3 × 9 + 3 എത്രയായിരിക്കും? ഉത്തരങ്ങളുടെ ക്രമം നോക്കിയാൽ തന്നെ ഒരു സൂചന കിട്ടും. 10 20. അടുത്തത്. ആ പാറ്റേൺ ശ്രദ്ധിച്ചാൽ ഉത്തരം വളരെ എളുപ്പത്തിൽ കിട്ടും. 10 20 എന്നിങ്ങനെ 10ന്റെ ഗുണിതങ്ങളായിട്ടാണ് ഉത്തരങ്ങൾ വരുന്നത്. അപ്പോ അടുത്തത് 30 ആയിരിക്കും. തീർച്ചയായും. ഇനി നമുക്കതൊന്ന് ചെയ്തു നോക്കി ഉറപ്പിക്കാം. 3നെ 9 കൊണ്ട് ഗുണിച്ചാൽ 27. അതിനോട് 3 കൂട്ടിയാൽ 30. കണ്ടോ, നമ്മുടെ ഊഹം ശരിയായിരുന്നു. ചില കണക്കുകൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ ഇത്തരം പാറ്റേണുകൾ നമ്മളെ സഹായിക്കും. വളരെ എളുപ്പമുള്ളൊരു ചോദ്യം. 10 × 10. മോട്ടു പഡ്ലുവിന് ലഡു കിട്ടിയ സന്തോഷത്തോടെ ഉത്തരം പറയൂ. 10നെ 10 കൊണ്ട് ഗുണിച്ചാൽ 100 കിട്ടും. ഇതോർത്തു വെക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. എന്താണത്? 1നെ 1 കൊണ്ട് ഗുണിച്ചാൽ 1, പിന്നെ 2 സംഖ്യകളിലുമായി ഓരോ 0 വീതമുണ്ട്. ആകെ 2 0. അത് 1ന്റെ കൂടെ ചേർത്താൽ 100 ആയി. പൂജ്യത്തിന്റെ കളി കൊള്ളാമല്ലോ. എങ്കിൽ ഇതാ അടുത്തത്. 13 × 2 26 ആണ്. അത് നമുക്കറിയാം. എങ്കിൽ 13 × 20 എത്രയായിരിക്കും? നമ്മൾ ഇപ്പോൾ പറഞ്ഞ അതേ സൂത്രം ഇവിടെയും ഉപയോഗിക്കാം. 13നെ 2 കൊണ്ട് ഗുണിച്ചാൽ 26. ഇവിടെ 2ന് പകരം 20 ആണ്. ഒരു 0 കൂടുതലുണ്ട്. അപ്പോൾ ഉത്തരത്തിലും ആ 0 ചേർത്താൽ മതി. 26ന്റെ കൂടെ ഒരു 0 ചേർത്താൽ ശരിയുത്തരം 260. മിടുക്കർ. നിങ്ങൾ വളരെ വേഗത്തിൽ ഉത്തരങ്ങൾ കണ്ടെത്തുന്നുണ്ടല്ലോ.
നിങ്ങൾക്ക് ഈ ചോദ്യോത്തരങ്ങളും സൂത്രപ്പണികളും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എല്ലാവർക്കും ഒരുമിച്ച് കളിച്ച് പഠിക്കാമല്ലോ. ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ച പൂജ്യത്തിന്റെ സൂത്രം ഒന്നുകൂടി ഉറപ്പിക്കാം. അവസാനം പൂജ്യമുള്ള സംഖ്യകൾ കൊണ്ട് ഗുണിക്കാൻ ആദ്യം പൂജ്യങ്ങളില്ലാത്ത സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. എന്നിട്ട് ചോദ്യത്തിലുള്ള ആകെ പൂജ്യങ്ങൾ എണ്ണി ഉത്തരത്തിന്റെ അവസാനം ചേർക്കുക. ശരിയാണ്. ഇത് വലിയ കണക്കുകൾ പോലും എളുപ്പമാക്കാൻ സഹായിക്കും. ഇനി 14ന്റെ ഗുണനപ്പട്ടികയുണ്ടാക്കണമെങ്കിൽ 14നെ എങ്ങനെയൊക്കെ പിരിച്ചെഴുതാം? 10ഉം 4ഉം ആക്കാമോ? 9ഉം 5ഉം ആക്കാമോ? നമ്മുടെ വിഭജന രീതി ഓർമ്മയില്ലേ? 14 എന്ന ഉത്തരം കിട്ടുന്ന ഏത് രീതിയിലും നമുക്കതിനെ പിരിച്ചെഴുതാം. 10 കൂട്ടണം 4 എന്നത് 14ആണ്. 8 കൂട്ടണം 6ഉം 14ആണ്. ഇവയെല്ലാം ശരിയാണ്. അതുകൊണ്ട് ഈ വഴികളെല്ലാം ഉപയോഗിച്ച് 14ന്റെ ഗുണനപ്പട്ടിക എളുപ്പത്തിലുണ്ടാക്കാം. അപ്പോൾ ശരിയായ ഉത്തരം ഇവയെല്ലാം എന്നതാണ്. അടുത്തത് കടയിൽ പോകുന്ന ഒരു ചോദ്യമാണ്. ഒരു പെൻസിലിന് 3 രൂപയാണ് വില. എങ്കിൽ 10 പെൻസിലിന് ആകെ എത്ര രൂപയാകും? ഇത് വളരെ ലളിതമാണ്. ഒരു പെൻസിലിന്റെ വിലയെ എണ്ണവുമായി ഗുണിച്ചാൽ മതി. അതായത് 10 × 3. 30 രൂപ. അതെ, 30 രൂപ. ഇനി 25 രൂപ വിലയുള്ള 2 ബോക്സുകൾ വാങ്ങിയാലോ? ആകെ എത്ര രൂപ കൊടുക്കണം? ഇത് 2 രീതിയിൽ ചിന്തിക്കാം. ഒന്നുകിൽ 25ഉം 25ഉം തമ്മിൽ കൂട്ടാം. അപ്പൊ 50 എന്ന് കിട്ടും. അല്ലെങ്കിൽ 25 എന്ന സംഖ്യ 2 തവണ വരുന്നതുകൊണ്ട് 2 × 25 എന്ന് ഗുണിക്കാം. അപ്പോഴും ഉത്തരം 50 രൂപ എന്ന് തന്നെ കിട്ടും. ഇതൊരു സൂത്രമുള്ള ചോദ്യമാണ്. ശ്രദ്ധിച്ചു കേൾക്കണേ. നിങ്ങളുടെ സമ്പാദ്യം എല്ലാ ദിവസവും ഇരട്ടിയാകുന്നു. 1-ാം ദിവസം നിങ്ങളുടെ കയ്യിൽ 1 രൂപയുണ്ട്. എങ്കിൽ 3-ാം ദിവസം എത്ര രൂപയുണ്ടാകും? ഇവിടെ ചോദ്യം ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. എല്ലാ ദിവസവും ഇരട്ടിയാകുന്നു. അപ്പോ 1-ാം ദിവസം 1 രൂപ. 2-ാം ദിവസം അതിന്റെ ഇരട്ടി 2 രൂപ. അതെ. ഇനി 3-ാം ദിവസം 2-ാം ദിവസത്തെ തുകയായ 2 രൂപയുടെ ഇരട്ടിയാകും. അതായത് 2 × 2. 4 രൂപ. അതെ. 3-ാം ദിവസം 4 രൂപയുണ്ടാകും. 4 × 5 20 ആണെന്ന് നിങ്ങൾക്കറിയാം. എങ്കിൽ 40 × 50 എത്രയായിരിക്കും? വീണ്ടും പൂജ്യങ്ങളുടെ കളിയാണ് ഇവിടെ. നമ്മൾ നേരത്തെ പഠിച്ച പൂജ്യത്തിന്റെ സൂത്രം ഓർത്തെടുക്കൂ. ആദ്യം പൂജ്യങ്ങളെ മറക്കുക. 4നെ 5 കൊണ്ട് ഗുണിക്കുക. ഉത്തരം 20. ഇനി ചോദ്യത്തിലേക്ക് തിരികെ പോകാം. 40ൽ 1 പൂജ്യമുണ്ട്, 50ൽ 1 പൂജ്യമുണ്ട്. ആകെ 2 പൂജ്യങ്ങൾ. അപ്പോ 20ന്റെ കൂടെ 2 പൂജ്യം കൂടി ചേർക്കണം. അതെ. അപ്പോൾ 2000 എന്ന് ഉത്തരം കിട്ടും. ആ ആശയം ഒന്നുകൂടി ഉറപ്പിക്കാൻ ഇതാ ഒരു ചോദ്യം. 20 × 30 കാണാൻ ആദ്യം 2 × 3 = 6 എന്ന് കണ്ടുപിടിക്കുക. എന്നിട്ടോ 20ൽ 1 പൂജ്യം, 30ൽ 1 പൂജ്യം. ആകെ 2 പൂജ്യങ്ങൾ ചേർക്കണം. ഉത്തരം 600. വളരെ ശരിയാണ്. ഒരാൾക്ക് ഒരു ദിവസം കൂലി 600 രൂപയാണ്. എങ്കിൽ 2 ദിവസത്തേക്ക് എത്ര കൂലി കിട്ടും? ഒരു ദിവസത്തേക്ക് 600. അപ്പോ 2 ദിവസത്തേക്ക് 600 + 600. 1200 രൂപ. അതെ, 1200 രൂപ. അല്ലെങ്കിൽ 6നെ 2 കൊണ്ട് ഗുണിച്ച് 12 എന്ന് കണ്ടുപിടിച്ച് അവസാനം 2 പൂജ്യം ചേർത്താലും മതി. നമ്മൾ നേരത്തെ പഠിച്ച വിഭജന രീതി ഓർമ്മയുണ്ടോന്ന് നോക്കട്ടെ. 24 × 3 എന്നതിനെ ആ രീതിയിൽ എങ്ങനെ എഴുതാം? 24നെ നമുക്ക് എളുപ്പത്തിൽ ഗുണിക്കാൻ കഴിയുന്ന സംഖ്യകളായി പിരിക്കാം. ഏറ്റവും എളുപ്പം അതിനെ 20ഉം 4ഉമായി പിരിക്കുന്നതാണ്. ശരി, 20ഉം 4ഉം. എന്നിട്ട് ഈ 2 സംഖ്യകളെയും 3 കൊണ്ട് ഗുണിച്ചു കൂട്ടണം. അപ്പൊ ശരിയായ രീതി 20 × 3 + 4 × 3 എന്നാണ്. 60 + 12. ഉത്തരം 72. അതെ. ഇതാ നമ്മുടെ അവസാനത്തെ ചോദ്യം. ഇത് കുറച്ച് കടുപ്പമാണെന്ന് നോക്കാം. 1 × 96 = 96. എങ്കിൽ 2 × 48 എത്രയായിരിക്കും? ഇത് കടുപ്പമല്ല, ഒരു കിടിലൻ സൂത്രമാണ്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ. ആദ്യത്തെ സംഖ്യ 1, രണ്ടാമത്തേതിൽ അത് 2 ആയി. അതായത് ഇരട്ടിയാക്കി. അതെ. രണ്ടാമത്തെ സംഖ്യ 96, അത് 48 ആയി. അതിനെ പകുതിയാക്കി. അതെ. ഗുണനത്തിൽ ഇങ്ങനെ ഒരു സംഖ്യയെ ഇരട്ടിയാക്കുകയും മറ്റേതിനെ പകുതിയാക്കുകയും ചെയ്താൽ ഗുണനഫലം മാറില്ല. ഓഹോ, അപ്പൊ 2 × 48ന്റെ ഉത്തരവും 96 തന്നെ ആയിരിക്കും. അതെ, 96 തന്നെ. മിടുക്കരായി. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തിയല്ലോ. നിങ്ങൾക്ക് ഗുണനത്തിലെ ഈ എളുപ്പവഴികളും സൂത്രങ്ങളുമെല്ലാം നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. അതെ. കണക്കൊരു പേടിയുള്ള വിഷയമല്ല. ഇതുപോലെ കളിച്ചും ചിന്തിച്ചും പഠിച്ചാൽ വളരെ രസകരമാണ്.
ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ മറക്കരുത്. തീർച്ചയായും. ഞങ്ങളുടെ ഈ ചാനലിൽ സയൻസ് ക്വിസ്, സോഷ്യൽ സയൻസ് ക്വിസ്, കണക്കിലെ മറ്റു ക്വിസുകൾ, പിന്നെ 4ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു വർക്കുകളും വീഡിയോകളും ഒക്കെയുണ്ട്. അപ്പോ അതെല്ലാം കണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം അല്ലേ? അതെ. എല്ലാവർക്കും വിജയാശംസകൾ. അടുത്ത വീഡിയോയിൽ കാണാം.